വേറൊരു ട്രാക്കിലൂടെയാണ് ദൃശ്യം 3 പോകുന്നത്. അത് വേറൊരു ട്രാക്കിലൂടെ അവർ കേസ് അന്വേഷണവും കാര്യങ്ങളും എല്ലാം പോകുന്ന ഒരു വേറെ ട്രാക്കിലൂടെയാണ്. നമ്മൾ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഇതിലാണ് സിനിമ പോകുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പടം. നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു എന്താ പറയാ, ലാലേട്ടന്റെ പെർഫോമൻസ് ഒന്നും പറയാനില്ല. അത്രയും കിടിലൻ പെർഫോമൻസ് ആണ് പുള്ളിക്കാരൻ ആ സിനിമയ്ക്കകത്ത്. എന്താണ് വിരലുകൾ വരെ അഭിനയിക്കുക എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ആ സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു പടം. കാരണം ക്ലൈമാക്സ് ഒക്കെ എന്റെ മോനെ അറിയാമല്ലോ, ജിത്തു ജോസഫിന്റെ മെയിൻ പരിപാടി ക്ലൈമാക്സിലാണ്. ഇതിലും ആ കണക്കുള്ളൊരു എന്താ പറയുക, നമുക്ക് അത്രയൊരു എക്സൈറ്റ്മെന്റ്, നമുക്കൊരു സസ്പെൻസും തരുന്ന കിടിലൻ ക്ലൈമാക്സ് ആണ്. പിന്നെ സെക്കൻഡിൽ നിന്നൊരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ, സെക്കൻഡിൽ ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഭയങ്കര ഒരു ഡ്രമാറ്റിക്, ഒരു സീരിയൽ മൂഡ് എന്നൊക്കെ പറഞ്ഞ ആ രീതിക്കാണ് സിനിമ പോകുന്നത് സെക്കൻഡ്. പക്ഷെ ഇത് അങ്ങനെയല്ല. അത്യാവശ്യം നല്ല ത്രില്ലിങ് തന്നാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. കാരണം അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ത്രില്ലിംഗ് ആയിട്ട് എന്താണ് നടക്കാൻ പോകുന്നത്, അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് സംഭവം എന്നറിയാതെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് തന്നാണ് ആ സിനിമ പോകുന്നത്. പുള്ളി എങ്ങനെ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത് എനിക്കറിയില്ല. പുള്ളി ശരിക്കും ഒരു ക്ലാസിക് ക്രിമിനലാണ്. ശരിക്കും ഇതുപോലത്തെ ഒരു ബോഡി വല്ലതും കുടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെയാണ് തോന്നുന്നത്. ആ രീതിക്കാണ് പുള്ളി ഓരോ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്ത് കിടില ഒരു ക്രാഫ്റ്റ്മാൻ എന്നറിയോ ജിത്തു ജോസഫ്. കാരണം ദൃശ്യം എന്ന് പറയുന്നത് പുള്ളിക്കാരുടെ ടെറിട്ടറിയാണ്. അത് പിന്നെ ആർക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആ രീതിക്ക് പുള്ളി അത് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ട്, നല്ല ത്രില്ലിംഗ് ആയിട്ട്, കുറെ നല്ല കിടിലൻ പെർഫോമൻസ് ആണ്. അതിൽ എല്ലാവരുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. മുരളി ഗോപി, പിന്നെ ആശാ ശരത്ത്, സിദ്ദിഖ്, എല്ലാവരുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. ഇതിലെ ക്യാരക്ടേഴ്സ് ചേഞ്ച് ആണ് ഈ സിനിമയുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. ക്യാരക്ടർ ചേഞ്ച് ആണ്. അതാണ് ആ സിനിമയെ അത്രയും മനോഹരമാക്കുന്നത്. ആ ദൃശ്യം 3 എന്ന് പറയുന്ന സംഭവം ആ സിനിമയാക്കുന്നത് ആ ക്യാരക്ടർ ചേഞ്ച് ആണ്. അതാണ് ആ ജിത്തു ജോസഫ് അതിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. ക്യാരക്ടേഴ്സിന്റെ ഓരോ വ്യത്യാസങ്ങളും അവരുടെ ചേഞ്ചസും കാര്യങ്ങളാണ് ആ സിനിമയ്ക്ക് അത് മെയിൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് ആ സിനിമ അത്രയും എന്താ പറയാ, ഒരു ക്ലാസിക് ആക്കുന്നത്. ആ സിനിമ തുടക്കത്തില് എന്താ പറയാ, തുടക്കം ഡ്രമാറ്റിക് ആയിട്ട്